നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗോൾഫേഴ്സ് എൽബോ. നമ്മൾ ടെന്നീസ് എൽബോയെക്കുറിച്ച് മുമ്പൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. ഈ ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൽ എപ്പിക്കോണ്ടലൈറ്റിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഈ എൽബോയുടെ ഈ ഭാഗത്ത് അകത്ത് ഭാഗത്ത് വരുന്ന വേദനയാണ് ഈ മീഡിയൽ എപ്പിക്കോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയുന്നത്. അപ്പം എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ വരുമ്പോഴാണ് യൂഷ്വലി ഇത് വരുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം എറിയുന്നൊരു ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ് ബോൾ പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ വോളിബോൾ, ഇതെല്ലാം ത്രോ ചെയ്യുന്ന ആക്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഹാമറിങ് ജോലി ചെയ്യുന്നവർ, അടുക്കളയിൽ അവിചാരിതമായിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് ചിലപ്പോൾ അടയ്ക്കേണ്ടിയോ തുറക്കേണ്ടിയോ വരിക, അല്ലെങ്കിൽ ഒരു ടാപ്പ് വളരെ ടൈറ്റായിട്ടൊരു ടാപ്പ് ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസ്, ചെടിയുടെ ഓസ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലും മുറുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഇളക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു റെപ്പറ്റേറ്റീവ് ടാസ്കും അല്ലെങ്കിൽ ഒരു അക്യൂട്ടായിട്ട് വരുന്ന ഒരു ടാസ്ക്, ഇത് രണ്ടിനും ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും കൂടുതലും നമ്മൾ ഗോൾഫേഴ്സ് എൽബോ അല്ലെങ്കിൽ മീഡിയൽ എപ്പിക്കോണ്ടലൈറ്റിസ് നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുന്ന ഒരു ക്രോണിക് ഇഞ്ചുറിയാണ്. ആദ്യത്തെ ഒരു ഇഞ്ചുറി വന്ന് ആ ഇഞ്ചുറിയിൽ ശരിയാവാതെ ഹീലിങ്ങിന് ശരീരം പല പ്രാവശ്യം ശ്രമിക്കുന്നു, ശരിയാവുന്നില്ല, സ്കാറിങ് വരുന്നു, അതൊരു ക്രോണിക് ഇഞ്ചുറിയായി മാറുന്നു. സ്കാറ് നോർമൽ ടിഷ്യൂ വലിയും പോലെ വരിയില്ല. അപ്പം ഇത് പിന്നെ എപ്പോൾ കൈ അനയ്ക്കാനും വേദനയായിട്ട് വരും. അപ്പം ഈ ടെന്നീസ് എൽബോയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ടെന്നീസ് എൽബോ എപ്പോഴും ഈ കൈയുടെ പുറം സൈഡിലായിരിക്കും വരുന്നത്. ഗോൾഫേഴ്സ് എൽബോ അകത്ത് മീഡിയൽ സൈഡിലായിരിക്കും വരുന്നത്, അതായത് അകത്ത് ഭാഗത്തും മറ്റേത് പുറത്ത് ഭാഗത്തുമായിരിക്കും വരുന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഗോൾഫേഴ്സ് എൽബോ അകത്താണ് വരുന്നത്. അപ്പം ഗോൾഫേഴ്സ് എൽബോ കൂടുതലും ഈ ഫ്ലെക്ഷൻ, താഴോട്ടുള്ള കൈ മൂവ്മെൻറ്റ് ആണ് കൂടുതൽ പെയിൻഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗോൾഫേഴ്സ് എൽബോ എന്താണ് നമുക്ക് ചികിത്സ എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ തണുപ്പ്, ഐസ് പാക്ക്, ചൂട് വയ്ക്കരുത്, തണുപ്പാണ് ഏറ്റവും ബെറ്റർ. തണുപ്പ് വെച്ച് നോക്കുക. ഒരു 2-3 പ്രാവശ്യം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് തണുപ്പ് വയ്ക്കുക. ഡയറക്റ്റ് വെക്കരുത്. ജെൽ പാക്സ്, ഐസിൻ്റെ ജെൽ പാക്കുകൾ തന്നെ ഉപയോഗിക്കണം. ഐസ് ഡയറക്റ്റായിട്ട് വെക്കരുത്, കൈ പൊള്ളും. ജെൽ പാക്സ് നമുക്കൊരു 10 മിനിറ്റ് വരെ വയ്ക്കാം. അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കവറുണ്ട്, ആ കവറിനകത്ത് തുണി കവറായിരിക്കും, അതിനകത്തിട്ട് വേണം വയ്ക്കാൻ. ഡയറക്റ്റ് ഐസ് ഒരിക്കലും ശരീരത്തിൽ കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ജെൽ പാക്സ് വെച്ച് ഒരു ആദ്യത്തെ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ശരിയാകുന്നില്ല, റെസ്റ്റിലും ശരിയാകുന്നില്ല എങ്കിൽ അടുത്തത് നമുക്ക് ടോപ്പിക്കലായിട്ടുള്ള എന്തെങ്കിലും പെയിൻ കില്ലേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോടെ അതിൻ്റെ വേദന സംഹാരികൾ ഒക്കെ ഒന്ന് നോക്കുക. ആ ഒരു ഫേസ് അതിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ശരിയാവുന്നില്ല എങ്കിൽ അടുത്ത ഫിസിയോതെറാപ്പി നമുക്ക് ട്രൈ ചെയ്യാം. ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻ്റർഫെറൻഷ്യൽ തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അൾട്രാസോണിക് മസാജ് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്കാർ ടിഷ്യൂ സോഫ്റ്റ് ആവുകയും പുതിയ ടിഷ്യൂസ് പ്രൊലിഫറേറ്റ് വരാനുള്ള ഒരു സാധ്യത, അതായത് ഹീലിംഗ് കൂടുതൽ ഫാസ്റ്റായിട്ട് വരും. അപ്പം അത് ഒരു 20-30% വരെ ഫാസ്റ്റായിട്ട് ഹീലിംഗ് നടക്കാൻ ആ ഏരിയയിലേക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ലേസറും വളരെ എഫക്റ്റീവാണ്. സ്പ്ലിൻറ്റിങ്, നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മളെ സ്വയം ഓർമ്മിപ്പിക്കാനാണ് എപ്പോഴും സ്പ്ലിൻറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ ഒരു വലിയൊരു ഒരു ഹെൽപ്പ് സ്പ്ലിൻറ്റ് നമ്മൾ ഇടുന്നത് കൊണ്ട് എഫക്റ്റ് നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ കാണാറില്ല. പക്ഷേ പേഷ്യൻ്റ് ഇത് മറന്നു പോകാതിരിക്കും, പെട്ടെന്ന് അറിയാതെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ. അപ്പോൾ റെസ്റ്റ് എന്നുള്ളത് ഇനിഷ്യൽ ഫേസിൽ വളരെ അത്യാവശ്യമാണ്. ഇനിഷ്യൽ ഫേസിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നു, വേദന കുറയുന്നതനുസരിച്ച് നമുക്ക് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസസിൽ നമ്മൾ കൈയുടെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്ട്രെച്ചിങ്ങും ഉണ്ട്, ഫങ്ഷണൽ ആയിട്ടുള്ള സ്ട്രെച്ചിങ്. അപ്പോൾ ഈ എക്സസൈസസ് ആദ്യം വളരെ ഗ്രാജുവലായിട്ട് ചെയ്ത് പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ എൻഡ്യൂറൻസിനെ ഇമ്പ്രൂവ് ചെയ്ത് മസിലിൻ്റെ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്ത് പുതുതായിട്ട് ഹീൽ ചെയ്ത് വരുന്ന മസിൽസിനെ നശിപ്പിക്കാതെ അതിനെ പതുക്കെ ബലപ്പെടുത്തിയെടുത്ത് നോർമൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ധൃതി അല്ല വേണ്ടത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. പെട്ടെന്ന് കൂടുതൽ എക്സസൈസ് ചെയ്താൽ പെട്ടെന്ന് ശരിയാവില്ല, കൂടുതൽ സ്ട്രെച്ച് ചെയ്താലും ശരിയാവില്ല, വേദനയുള്ള സ്ട്രെച്ചിങ്ങും പാടില്ല. ഒരു യൂട്യൂബ് കണ്ട് എക്സസൈസും ചെയ്യരുത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ട് അദ്ദേഹം നിങ്ങളെ എക്സാമിൻ ചെയ്ത്, അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ ലെറ്റ് ഹിം സീ ദ പേഷ്യൻറ്റ്, എക്സാമിൻ ചെയ്തിട്ട് ആ പറയുന്ന എക്സസൈസുകൾ ചെയ്ത് ഫിസിയോതെറാപ്പി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെയധികം വ്യത്യാസവും നല്ല സൗഖ്യവും കിട്ടുന്നതായിരിക്കും. താങ്ക് യു.